ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ രാജശ്രീയാണ് കേട്ടോ വിളിക്കുന്നത്. എന്താ ചേച്ചി ഈ സമയത്തൊരു വിളി? അല്ല, നിന്നെ ഇപ്പം ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ വിളിച്ചത് എന്ന് അപ്പം രാജശ്രീ പറയും. ഓ, അവിടേക്ക് വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ ചേച്ചി എന്ന് ചോദിക്കും. അല്ല, ദേവമംഗലത്ത് AC ഒന്നും ഇല്ലാതെ നിനക്ക് പറ്റില്ലായിരുന്നല്ലോ, തണുപ്പ് കൊള്ളാൻ ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നായിരുന്നല്ലോ. എന്തവസ്ഥയിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കണ്ട ചേച്ചി, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ രീതികളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ ശ്രമിച്ചു എന്ന് പറയാം. അല്ല, നിന്റെ ശബ്ദത്തിലൊക്കെ എന്താ ഒരു മാറ്റം? അത് ചേച്ചിക്ക് തോന്നുന്നതായിരിക്കും. നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് ഈ രാജശ്രീയാ, അക്കാര്യം നീ മറക്കരുത് എന്ന് സുകന്യോട് അപ്പം രാജശ്രീ പറയാം. ആ നന്ദിയും കടപ്പാടും എനിക്ക് എന്നും ചേച്ചിയോട് ഉണ്ടായിരിക്കും. അതെനിക്ക് കേട്ടാൽ മതി. അപ്പം അടുത്ത് നിന്ന് അച്യുതൻ ചോദിക്കും, എന്താ അവൾ പറയുന്നേ? നിക്കച്യുതേട്ടാ, ഞാൻ നോക്കട്ടെ എന്ന് ഇപ്പം രാജശ്രീ പറയാണ്. പിന്നെ ചേച്ചി, നമുക്ക് ഈ നന്ദിയും പുഴുങ്ങി തിന്നുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ നല്ല ചുറ്റുപാട് തന്നെ വേണം. ഇത് നമുക്ക് ജീവിക്കാൻ പറ്റിയ മികച്ച ചുറ്റുപാടില്ലെങ്കിൽ അതിനൊരു അവസരം വരുമ്പം അത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് നമ്മുടെ സാഹചര്യം മെച്ചപ്പെടുത്തുക ചെയ്യേണ്ടത്. അങ്ങനെയല്ലേ ചേച്ചി ബുദ്ധിയുള്ളവർ ചെയ്യുക? ചേച്ചിയുടെ അഭിപ്രായം എന്താ എന്നൊക്കെ സുകന്യ ചോദിക്കുക. നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് സുകന്യെ, അങ്ങനെ തന്നെയാ എന്ന് പറയും. നീ ഇങ്ങോട്ട് താ, ഞാൻ സംസാരിക്കുക എന്ന് അച്യുതൻ പറയുവേ. അച്യുതേട്ടന് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന്, ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് അച്യുതൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. ഹലോ, അച്യുതേട്ടാ പറഞ്ഞോ. സുകന്യയുടെ ഡിമാൻഡുകളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. അതെയോ, സന്തോഷമായല്ലോ എന്ന് അപ്പം വീണ്ടും ചോദിക്കുക. വളരെ സന്തോഷമായി എന്ന് പറയാം. അപ്പം പകുതി സ്വത്ത് എനിക്ക് കിട്ടൂലോ അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? കിട്ടും, ഉറപ്പ് എന്ന് അപ്പം അച്യുതൻ പറയാണ് കേട്ടോ. അല്ല, നിന്റെ പ്ലാൻ എന്താ എന്ന് സുകന്യോടപ്പം ചോദിക്കും. അതിപ്പോൾ ഞാൻ സീക്രട്ടായിട്ട് നടത്തിക്കോളാം, ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയും. സുകന്യെ, നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയണം, എങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഉറപ്പ് നിൽക്കുള്ളൂ. അച്യുതേട്ടന് ഗോമതി ചേച്ചിയുടെ ഒരു സിഗ്നേച്ചർ കിട്ടിയാൽ പോരെ, ഒരൊപ്പ്. അക്കാര്യം ഞാൻ എന്തായാലും നടത്തി തരാം എന്ന് സുകന്യ അച്യുതനോട് പറയും. അത് ഞാൻ ഉറപ്പ് തരുന്ന കാര്യമാണ്, മറ്റൊന്നും അച്യുതേട്ടന് അറിയണ്ട എന്ന് പറഞ്ഞ് സുകന്യ ഫോൺ കട്ട് ചെയ്യൂ കേട്ടോ. ഹലോ സുകന്യെ എന്ന് പറഞ്ഞ് അച്യുതനപ്പം തിരിച്ചു വിളിക്കാൻ നോക്കും. അവൾ എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? പാമ്പിനാണോ നമ്മൾ പാല് കൊടുത്ത് വളർത്തിയെന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് രാജശ്രീയോട് അച്യുതൻ പറയും. അവൾ അത്ര പാവമൊന്നുമല്ല, കാഞ്ഞ വിത്ത അത് എന്ന് പറയും. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അച്യുവേട്ടാ, ഇങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ അവളുടെ സഹായം എന്തായാലും വേണം. നമ്മൾ തന്നെ നോക്കിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് രാജശ്രീ അപ്പം പറയാണ് കേട്ടോ. അതേസമയം സുകന്യ റൂമിലേക്ക് ചെല്ലുക. അപ്പം ധർമ്മനാണെങ്കിൽ ഒറ്റ ഇരിപ്പിങ്ങനെ ഇരിക്കുന്ന ആലോചനയില്ല. സുകന്യ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സുകന്യ അടുത്ത് വന്നിരിക്കും. എന്താ ധർമ്മേട്ടാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് അടുത്തേക്ക് ചെല്ലും. എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോഴേ ഏട്ടൻ പറഞ്ഞതാ ശരി, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആനന്ദരോടും ആകാശനോടും ആരിനോടൊക്കെ മാമൻ്റെ അധികാരം കാണിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് സുകന്യ പറയൂട്ടോ. നിങ്ങൾ കൂട്ടുകാരെ പോലെ ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് നടക്കുന്ന കാണാൻ തന്നെയാണ് രസം, എനിക്കതാ ഇഷ്ടം. പക്ഷെ മദ്യപിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം പെട്ടെന്ന് ധർമ്മൻ പറയും, ഇന്നു മുതൽ ധർമ്മൻ ബിയർ പോലും കുടിക്കില്ല, ആ ഉറപ്പ് പോരെ? എൻ്റെ സുകന്യ വിഷമിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, പോരെ? മതി എന്ന് സുകന്യ തലയായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് എനിക്ക് കേട്ടാൽ മതി എന്ന് പറയേ സുകന്യ ധർമ്മനോട് കേട്ടോ. അവർ രണ്ടുപേരും കൂടി ചിരിച്ച് കളിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പം പെട്ടെന്ന് ധർമ്മനാണ് സുകന്യനാണ് തോളോട് കൈയൊക്കെ ഇട്ട് ചേർത്ത് നിർത്തും. അപ്പം സുകന്യക്ക് അതെന്താ പോലെ തോന്നുവാണ്. എങ്കിലും ധർമ്മനെ പിണക്കേണ്ടത് കരുതി അടുത്ത പെരുമാറാനായിട്ട് ശ്രമിക്കും. പെട്ടെന്ന് സുകന്യ അകന്നു മാറുട്ടോ. എന്തു പറ്റി? അതെയോ, എനിക്ക് നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് ആകെ എന്തോ ക്ഷീണം പോലെ, അതുകൊണ്ടാട്ടോ ധർമ്മേട്ട എന്ന് പറഞ്ഞ് സുകന്യ ധർമ്മനെ അവഗണിച്ച് പെട്ടെന്ന് തന്നെ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പം ഗുഡ് നൈറ്റ് എന്ന് വന്നിട്ട് പറയും. അപ്പം ധർമ്മനാണെങ്കിൽ പറയും ശരി ഗുഡ് നൈറ്റ്. അതേസമയം രാവിലെ തന്നെ നമ്മുടെ മീനു ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി വരികയാണ്. അമ്മേ, ഞാൻ ഇറങ്ങുകയാണേ എന്ന് അടുക്കള നിൽക്കുന്ന ഗോമതിയോട് വിളിച്ച് പറയാം. മീനു, നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കും. അമ്മേ വേണ്ട അമ്മേ, തിരക്കുണ്ട്, സമയം പോയി. അയ്യോ, ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞു, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം.
ആ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ച് വയറ് കേടാക്കൊന്ന് നിൽക്കണ്ട, ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി. ഞാനെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മേ, ഇന്ന് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് ഉള്ളതാ, നേരത്തെ എത്തേണ്ടതാ. എടി 2 ദോശ കഴിക്കാൻ എത്ര നേരം വേണം? ഓഫീസിൽ ചെന്നിട്ട് കുറേ ജോലികളുണ്ടമ്മേ, അതുകൊണ്ടാ. ദേ ഈ ഫയൽ കണ്ടോ, ഇതിൻ്റെ ഒക്കെ നോട്ട് തയ്യാറാക്കണം. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്യാം, നീ അവിടെ ചെന്നിരുന്നേ. ദേ പെണ്ണെ, മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോയേ, സമയമില്ലമ്മേ എന്നും പറഞ്ഞ് മീനു പിന്നെയും കിടന്ന് പോകാനായിട്ട് ധൃതി കൂട്ടുവാണ്. ശരി ശരി, ഞാനിവിടെ ഇരിക്കാം എന്ന് പറയാം. ഇനി എന്ത് വേണം എന്ന് ഇരുന്നതിന് ശേഷം ഗോമതിയോട് ചോദിക്കുക. ഇനി നീ നോട്ടോ എസ്സയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കിക്കോ. അപ്പം ഞാനങ്ങനെ ആഹാരം കഴിക്കും? നിനക്ക് ആഹാരം കഴിച്ചാൽ പോരെ, എൻ്റെ ജോലി നടക്കണം എന്ന് പറയാം. രണ്ടിനും വഴിയുണ്ട് എന്ന് പറഞ്ഞ് ഗോമതിയും അടുത്ത കസേര നീക്കിയിട്ട് തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മീനുവിന് ആഹാരം വിളമ്പിയ പാത്രം എടുത്ത് കയ്യിലേക്ക് പിടിക്കുക. ഇനി നിന്റെ നോട്ട് എഴുതോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, നിനക്ക് ഞാൻ എടുത്ത ആഹാരം തരാലോ എന്ന് പറയണം. അപ്പം മീനു അതൊക്കെ നോക്കി വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുവാണേ. വാ വിളിക്ക്, കാണിച്ച് ആ എന്ന് പറയുകയാണേ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മീനു ആഹാരം വാ തുറന്ന് കഴിക്കുക. എടി നോക്കി നിൽക്കാതെ കഴിക്കടി എന്ന് പറയുകയാണേ. അപ്പം മീനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരിക. എന്താ മീനു, നീ എന്താ കഴിക്കാത്തേ എന്ന് ചോദിക്കുക. അമ്മയെ ഓർമ്മ വന്ന് കാണുമല്ലേ എന്ന് മീനുവിനോട് അപ്പം ഗോമതി ചോദിക്കും. എൻ്റെ അമ്മ പോലും എന്നെ ഇത്രയും കെയർ ചെയ്തിട്ടില്ല എന്ന് മീനു പറയും. സ്വന്തം അമ്മയിൽ നിന്നും കിട്ടാതെ പോയ സ്നേഹവും കരുതലും എന്നിൽ നിന്ന് കിട്ടുന്നു, അങ്ങനെയല്ലേ ബന്ധങ്ങളുടെ കടങ്ങൾ വീട്ടുന്നത് എന്ന് പെട്ടെന്ന് ഗോമതി ചോദിക്കുക. നീ ഇത് കഴിച്ചേ, എന്നിട്ട് പോകാൻ നോക്കുമോളെ എന്നും പറഞ്ഞ് അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് കേട്ടോ. മീനിന് ഒരുപാട് സന്തോഷമാവുകയാണ് ഗോമതിയുടെ ഈ സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പോഴേ. ഇനി നിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യുക, നോക്കിയിരിക്കാതെ. നിനക്കല്ലായിരുന്നു ഇത്ര നേരം സമയമില്ല, നോട്ട് എഴുതണം, അത് എഴുതണം, ഇത് എഴുതണം എന്നൊക്കെ പറഞ്ഞത്. പെട്ടെന്ന് എഴുത്, ഞാൻ അതനുസരിച്ച് വാരിയും തരാം. എന്നിട്ട് നീ ഇത് കഴിച്ചിട്ട് സമാധാനത്തോടെ ഓഫീസിൽ പോയാൽ മതി. വിശന്നു പോകാനൊന്നും ഈ ഗോമതി സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മീനുവിനെ ഗോമതി എടുത്ത ആഹാരം മുഴുവൻ കഴിപ്പിക്കുവാണ് കേട്ടോ. ഇത് ഇതുകൂടി കഴിക്കുക എന്നും പറഞ്ഞ് ലാസ്റ്റ് ഒരു വായും കൂടി കൊടുക്കുക. മതി അമ്മേ, എൻ്റെ മനസ്സും വയറ് നിറഞ്ഞു എന്ന് മീനു അപ്പം പറയൂ കേട്ടോ. മുഴുവനും കഴിച്ചു, ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് ഗോമതി അപ്പം മീനുവിനോട് പറയുവാണ്. പെട്ടെന്ന് അങ്ങോട്ട് സുകന്യ ഒരുങ്ങി വരികയാണ്. അല്ല സുകന്യ, ഇതെങ്ങോട്ടാ? ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, ഞാൻ കല്യാണത്തിന് പോകുക. ആഹാ, മാമൻ എവിടെ? മാമനും വരുന്നില്ലേ എന്ന് ചോദിക്കുക. ഇല്ല, ധർമ്മേട്ടൻ വരുന്നില്ല. ഞാൻ വിളിച്ചതാ, പക്ഷേ ധർമ്മേട്ടൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗോമതി ചോദിക്കും, അവനെന്താ തിരക്ക്? എന്തോ എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ശേടാ, ഇവനിതെന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങളുടെ കൂടെ കല്യാണത്തിന് അവനും കൂടി വന്നാൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ നിർബന്ധിച്ച് വിളിച്ചതാ, പക്ഷേ ആള് കേൾക്കണ്ടേ എന്ന് സുകന്യ ഗോമതിയോട് പറയാം. അവൻ്റെ ഒരു കാര്യം, മോളെ നീ ഇറങ്ങല്ലേ എന്നും പറഞ്ഞ് അപ്പം മീനുവിനോട് കയ്യിലോട്ട് ബാഗ് എടുത്ത് കൊടുക്കുക. അല്ല സുകന്യ ഉണ്ടല്ലോ, നിങ്ങൾ ഒരുമിച്ച് ഇറങ്ങിക്കോ. അയ്യോ അത് വേണ്ട, ഞാൻ വേറെ വഴിക്കാണ് പോകുന്നേ. അല്ല നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് മീനു അപ്പം സുകന്യോട് പറയും. ഏയ് അത് ശരിയാവില്ല. അപ്പോൾ ഗോമതി ചോദിക്കും, അതെന്താ ഒരുമിച്ച് പോയാൽ? അതെന്താന്ന് വെച്ചാലേ മീനാക്ഷി ഓഫീസിലേക്കല്ലേ, എനിക്ക് നേരെ ഓപ്പോസിറ്റ് റൂട്ടിലാണ് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങാം. മീനാക്ഷി പതുക്കെ എപ്പോഴെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ സുകന്യ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ ഗോമതി മീനും ഇവക്കിത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കുക. മീനു അപ്പം ഗോമതിയോട് ചോദിക്കും, എന്ത് പറ്റി? അപ്പം ഗോമതി പറയും, നീ ചെല്ല്. അപ്പം ധർമ്മൻ എഴുന്നേറ്റ് വരിക. ചേച്ചി ചായ ആയോ? എടാ നീ ആള് കൊള്ളാം കേട്ടോ. ഞാനെന്ത് ചെയ്തു ചേച്ചി? നീ എന്താ അവളുടെ കൂടെ പോകാത്തത്? ആരുടെ കൂടെ ചേച്ചി? എന്താ ഈ പറയുന്നേ? വേറെ ആരുടെ കൂടെ? നിന്റെ ഭാര്യയുടെ കൂടെ? സുകന്യയുടെ കൂടെ. അവളെവിടെ പോയി? അതിന് അവളുടെ ഇല്ലേ എന്ന് ചോദിക്കും. ഇതന്നെ ഇങ്ങനെ? അപ്പം സുകന്യ ചേച്ചി ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയ കാര്യം മാമനോട് പറഞ്ഞില്ലേ എന്ന് മീനു അപ്പം ചോദിക്കും. ഓ അതായിരുന്നല്ലേ, അതെന്നോട് പറഞ്ഞായിരുന്നു എന്ന് ധർമ്മം പറയും. എന്നിട്ട് നീ എന്താ അവളുടെ കൂടെ പോകാതിരുന്നത് എന്ന് ചോദിക്കും. അത് പിന്നെ അല്ല, അത് ഞാൻ എന്നും പറഞ്ഞ് ഉരുണ്ട് കളിക്കുവേ. എടാ ഭർത്താവിൻ്റെ കൂടെ സുഹൃത്തുക്കളുടെ കല്യാണത്തിന് പോകുന്നതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിനക്ക് പോയാൽ എന്താ കാര്യം? നിനക്കെന്താ അതൊന്നും മനസ്സിലാകാത്തത്? ഇവൻ്റെ ഒരു കാര്യം എന്ന് ധർമ്മനോട് ഗോമതി പറയാണ് കേട്ടോ. എന്നിട്ട് മീൻ കഴിച്ച് ആ പ്ലേറ്റ് എടുത്തോണ്ട് ഗോമതി അടുക്കളയിലേക്ക് പോവാണ്. ധർമ്മൻ ഇങ്ങനെ ഒരു കാര്യം പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ സുകന്യ ഇവരുടെയൊക്കെ മുന്നിൽ നാണം കെടുത്തണ്ടെന്ന് കരുതി വെറുതെ ധർമ്മൻ അങ്ങ് പറഞ്ഞതാണ് കേട്ടോ. അപ്പം മീനുവാണെങ്കിൽ ധർമ്മൻ്റെ ഈ മാറ്റമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്.
എന്താ മാമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കല്യാണത്തിൻ്റെ കാര്യം ചേച്ചി മാമനോട് പറഞ്ഞായിരുന്നോ? സത്യം പറയണം എന്ന് മീന് ചോദിക്കും. പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പോയില്ല. ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ ഞാനിതങ്ങ് മറന്നുപോയി എന്ന് ധർമ്മൻ അപ്പം മീനുവിനോട് പറയൂ കേട്ടോ. ശരി മാമ എന്ന് പറഞ്ഞിട്ട് മീനും ഓഫീസിലേക്ക് ഇറങ്ങി പോവാണേ. അത് കഴിഞ്ഞ് അവിടെ നിൽക്കും. എന്നിട്ട് ധർമ്മനെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. എന്താ മീനു, നീ എന്താ പെട്ടെന്ന് തന്നെ നോക്കുന്നേ? പറഞ്ഞിരുന്നു, സത്യവാ. ഞാൻ വിശ്വസിച്ചു പോരെ എന്ന് അപ്പം മീനും ധർമ്മനോട് ചോദിക്കുക. എന്നിട്ട് മീനും അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം ധർമ്മനെ എന്തോ പോലെ ആവുകയാണേ. സത്യത്തിൽ അവൾ പറഞ്ഞിട്ടില്ലല്ലോ, ആ ഒരു സങ്കടമൊക്കെ അവനുണ്ട്. കല്യാണത്തിന് പോകുമെന്ന് ഒരു വാക്കെന്നോട് അവൾ പറഞ്ഞില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് വരട്ടെ, ഇതിനെപ്പറ്റി എന്തായാലും ചോദിക്കണം എന്ന് തന്നെ ധർമ്മ മനസ്സിൽ തീരുമാനിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ സുകന്യ ദേവിയുടെ വീടിൻ്റെ പരിസരത്ത് വരെ എത്തിയിട്ടോ. അതിലൂടെ നടക്കുക. വീട് കറക്റ്റ് അറിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് പിറക്കി നടക്കുവാണ് കേട്ടോ. ഇതേ സമയം സുകന്യയ്ക്ക് ഓപ്പോസിറ്റ് കൂടി നമ്മുടെ ഉദയഭാനുവും കടന്നു വരികയാണ്. പുള്ളിക്കാരൻ്റെ കോലമൊക്കെ കാണുമ്പോൾ തന്നെ സുകന്യയ്ക്ക് എന്തായാലും യഥാർത്ഥ രീതി മനസ്സിലാകും. അപ്പോൾ പെട്ടെന്നാണ് ഉദയഭാനു സുകന്യയെ കാണുന്നത്. ദൈവമേ, ഇത് ലവളല്ലേ സുകന്യ, ഇവളെന്താ ഈ പരിസരത്ത് കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്? പെട്ടെന്ന് സുകന്യയെ കാണുമ്പോഴത്തേക്കും ഉദയഭാനുവിന് അങ്ങോട്ട് മാറി നിൽക്കാനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല. അപ്പോൾ കയ്യിലിരുന്നൊരു പത്രം എടുത്ത് നിവർത്തുക സുകന്യ കാണാതെ. അപ്പം കൃത്യമായിട്ട് സുകന്യ ആണെങ്കിൽ ഉദയഭാനുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, അതെ, ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഉദയഭാനു സാറിൻ്റെ വീട് എവിടെയാ? ഓ, നമ്മുടെ ബിസിനസ്സുകാരൻ അത് ഇവിടെയല്ല, കുറച്ച് അപ്പുറത്തേക്ക് മാറിയാ എന്ന് പറയേ. സൗണ്ടൊക്കെ മാറ്റിയാട്ടോ സംസാരിക്കുന്നത്. അല്ല, ഇവിടെയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഈ റോഡ് തന്നെയാ, പക്ഷേ വന്ന വഴി നേരെ തിരിച്ചു പോകണം എന്ന് ഉദയഭാനു പറഞ്ഞു കൊടുക്കുവാണ്. അതെയോ? ഇവിടുന്നൊരു 5 കിലോമീറ്റർ പോയി കഴിയുമ്പം ഒരു ജംഗ്ഷനുണ്ട്, അവിടുന്ന് ഇടത്തോട്ട് പോകണം എന്ന് ഉദയഭാനു പറയേ. അവിടുന്നൊരു 2 കിലോമീറ്റർ പോയി കഴിയുമ്പം അകത്തോട്ട് പോകണം, വലത്തോട്ട് അകത്തോട്ട്. ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അവിടുന്ന് അങ്ങ് 1.5 കിലോമീറ്റർ പോകുമ്പം അവിടെ ഒരു വലിയ വീട് കാണും. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഉദയഭാനു സാറിനെ അവിടെ എല്ലാവർക്കും അറിയാം. ഓ, അപ്പം ഞാൻ വന്ന വഴിക്ക് തിരിച്ചു പോകണം അല്ലേ എന്ന് സുകന്യ അപ്പം ചോദിക്കും കേട്ടോ. അതെ അതെ, ഒരു ഓട്ടോ പിടിച്ചു പോകുന്നതായിരിക്കും നല്ലത്. താങ്ക്സ് ഏട്ടാ. ഓ, നോ മെൻഷൻ എന്ന് പറഞ്ഞിട്ട് സുകന്യ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണേ. വഴി തെറ്റി, വന്ന വഴി തന്നെ തിരിച്ചു പോകണം എന്ന് സുകന്യ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോവാണേ. അപ്പോൾ ഉദയഭാനു പറയും, ഓ, ഇവളെന്തിനാ എൻ്റെ വീട്ടിലോട്ട് കെട്ടിയെടുക്കുന്നത്? എൻ്റെ ഈശ്വര, എല്ലാ കുരിശും എൻ്റെ തലമണ്ടയിലേക്കാണല്ലോ. ഇവളെന്തിനാ എന്നെ ഇങ്ങനെ അന്വേഷിക്കുന്നത്? എന്തോ കാര്യമുണ്ട്. എന്ത് പുല്ലെങ്കിലും ആവട്ടെ, ആ മാരണം പോയല്ലോ എന്നും പറഞ്ഞിട്ട് ഉദയഭാനു അങ്ങോട്ട് പോവാ. അതേസമയം ദേവി നമ്മുടെ ദേവമംഗലത്തിരുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണ് കേട്ടോ. ഗർഭകാലത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പം അങ്ങോട്ടേക്ക് മിത്ര വരും. എടത്തി, ഇതങ്ങ് കഴിക്കുക. എൻ്റെ അമ്മ എനിക്ക് ലേഹ്യം തന്നത് കുറച്ച് മുൻപാണ്, ഇനി ഫ്രൂട്ട്സ് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. മര്യാദയ്ക്കങ്ങ് കഴിച്ചേ. എടി പോലീസുകാരി, പ്രതികളോട് മതി നിൻ്റെ ഈ വിരട്ടലൊക്കെ, എന്നോട് വേണ്ട. അതെ, വയറ്റിലുള്ള ആൾക്ക് പ്രോട്ടീൻ വേണം, മിനറൽസ് വേണം, ഫൈബർ വേണം, അതിനിതെല്ലാം കഴിക്കണം എന്ന് പറയൂട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ എമ്മിടി ഫൈബർ ഉണ്ടാവും. മര്യാദയ്ക്ക് കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ നല്ല ഇടി തരും. പോലീസിൻ്റെ ഇടി അറിയാലോ എന്ന് മിത്ര ദേവിയോട് പറയൂട്ടോ. ഇടിയൊന്നും വേണ്ട എൻ്റെ മേഡം, ഞാൻ കഴിച്ചോളാവേ, എങ്കിൽ അങ്ങനെ വഴിക്ക് വാ, കഴിച്ചോ എന്ന് ദേവിയോട് പറഞ്ഞിട്ട് മിത്ര അവിടുന്ന് പോകാൻ തുടങ്ങും. എന്നിട്ട് തിരിച്ചു വരും. ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ചേച്ചി വിളിച്ചില്ലേ? സുകന്യ ചേച്ചി. സുകന്യ ചേച്ചി എന്തിനാ എന്നെ വിളിക്കുന്നേ എന്നപ്പം ദേവി ചോദിക്കും കേട്ടോ. സുകന്യ ചേച്ചി അപ്പച്ചിയെ വിളിച്ചിരുന്നു. നീ എന്തെങ്കിലും പറയുന്നെങ്കിൽ തെളിച്ച് പറ കേട്ടോ. അത് സുകന്യ ചേച്ചി ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയതാണല്ലോ. ആ കല്യാണം നടക്കുന്നത് ഏടത്തിയുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയോ എന്ന് മിത്ര ദേവിയോട് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ മിത്ര പറയുന്ന കേൾക്കുമ്പോഴേ ദേവിക്ക് പേടിയാവുക. അതുകൊണ്ട് അപ്പച്ചയെ വിളിച്ചത്. നീ കാര്യം പറ, തെളിച്ച് പറ എൻ്റെ മിത്ര, എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഏടത്തി, ഞാൻ പറഞ്ഞില്ലേ സുകന്യ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണം ഏടത്തിയുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയോ കണ്ടാണെന്ന്. അതുകൊണ്ടിപ്പോൾ എന്താ? അതുകൊണ്ട് ചിലപ്പം സുകന്യ ചേച്ചിക്ക് തോന്നിക്കാണും ഏടത്തിയുടെ വീട്ടിലൊന്ന് പോയി അവരെയൊക്കെ കണ്ടാലോന്ന്. അതുകൊണ്ട് അപ്പച്ചിയെ വിളിച്ച് ഏടത്തിയുടെ അഡ്രസ്സൊക്കെ ചോദിച്ചു എന്ന് മിത്ര പെട്ടെന്ന് ദേവിയോട് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. സുകന്യ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനോ എന്നുള്ള രീതിയിൽ. എന്തു പറ്റി? എന്താ ഏടത്തി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഞാനിങ്ങനെ ചുമ്മാ ആലോചിച്ചതാ. സുകന്യ ചേച്ചി എന്നോട് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അല്ല, എന്നിട്ട് അമ്മ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തല്ലോ ചേച്ചി. ഇപ്പം ദേവിയുടെ
അത്തയുടെ വീട്ടിലെത്തി കാണും എന്ന് പറയും. അതെയോ? സുകന്യ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് ഉറപ്പാണോ നിനക്ക്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ എടുത്തി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഒരു പ്രശ്നവും ഇല്ല എന്ന് അപ്പം ദേവി പറയും. പിന്നെന്താ സുകന്യ ചേച്ചി വീട്ടിലോട്ട് പോയിട്ടുണ്ടോ എന്ന് ഉറപ്പാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നേ? അതോ, അതൊന്നുമല്ല, ഇന്നിപ്പം വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അച്ഛനാണെങ്കിൽ ഇങ്ങനെ ടൂറായിരിക്കില്ലേ. പിന്നെ സുകന്യ ചേച്ചി വീട്ടിലേക്ക് ചെല്ലുമ്പം അവിടെ ഇപ്പം ആരും ഇല്ലെങ്കിൽ ചേച്ചിക്ക് അതൊരു വിഷമമാവില്ലേ. അവരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഏടത്തി എന്തിനാ ആലോചിക്കുന്നേ? ഏടത്തിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഏടത്തിയെ വിളിച്ച് ചോദിക്കായിരുന്നല്ലോ, അത് ചെയ്തില്ലല്ലോ എന്ന് മിത്ര അപ്പം ദേവിയോട് പറയേ. ദേവിയാണ് കൈയൊക്കെ വരച്ചാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഏടത്തിക്ക് ഇനി എന്തെങ്കിലും വേണോ എന്ന് മിത്രയപ്പം ചോദിക്കാം. എന്നപ്പം ദേവി ചോദിക്കും, ഏടത്തിക്ക് ഇനി ജ്യൂസ് വല്ലതും വേണോന്ന്? വേണ്ട എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ദേവി ആകെ ടെൻഷനോടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം മിത്ര ചോദിക്കും, അയ്യോ എന്തു പറ്റിയ അടുത്തി, ആകെ ഒന്ന് വിയർക്കുന്നുണ്ടല്ലോ. അതോ, അത് ഈ കാലാവസ്ഥയുടെയല്ല, ഭയങ്കര ചൂടല്ലേ അതിൻ്റെയാ, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയേ. നീ എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം കൊണ്ടു തരുമോ? കൊണ്ടുതരാലോ എന്ന് പറഞ്ഞ് മിത്ര വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് പോവേ. ദേവിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചൊരു പരുവാവും. എൻ്റെ ഈശ്വര, സുകന്യ ചേച്ചി വീട്ടിലോട്ട് കയറി ചെല്ലുകയോ? എന്ത് ചെയ്യും? എല്ലാം ഇന്നത്തോടു കൂടി പൊളിയും. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയ സുകന്യ ചേച്ചി അതൊക്കെ ചെകഞ്ഞ് കണ്ടുപിടിക്കും. ഇവിടെ വിളിച്ച് എല്ലാവരോടും പറയുകയും ചെയ്യും. ഇന്നെല്ലാവരും എല്ലാം അറിയും. എന്താ ഒരു വഴി ഈശ്വര. അതേസമയം ദേവിയുടെ വീട്ടിൽ ശ്രീകലയാണെങ്കിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരമാണ് ഒരു ഓട്ടോ വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കാണുന്നത്. ഇവിടേക്കിപ്പോൾ ഓട്ടോയിലേക്ക് വരാൻ ആരാ? പോയി നോക്കാം. സുകന്യാണ് കേട്ടോ ആ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇന്നിപ്പോൾ ഓട്ടോ വിളിച്ച് വരാൻ മാത്രം ഇവിടേക്ക് വരാൻ ആരാ? അത്ര വലിയ പരിചയക്കാർ. എൻ്റെ ദൈവമേ, സുകന്യ, ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? എൻ്റെ ഈശ്വര, എൻ്റെ കോലം. ഈ സാരിയും ചൂലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൾക്ക് മനസ്സിലാകും. പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോകാം, എന്നിട്ട് പോയി വാതിൽ അടയ്ക്കും കേട്ടോ. ഈ വാതിൽ സമയത്തിനൊന്നും ശരിക്കും അടയുകയേ ഇല്ല എന്നും പറഞ്ഞിട്ട് സ്ത്രീകൾ അകത്തേക്ക് ഓടും. എന്നാലും ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പം സുകന്യാണെങ്കിൽ ദേവിയുടെ വീട് നോക്കുക. അപ്പം വലിയ വീടൊക്കെ കാണുമ്പോൾ ദേവി ഇത്രയും വലിയ വീട്ടിലെ അല്ലേ, കണ്ടാ പറയില്ല, അടിപൊളി വീട് തന്നെ എന്നൊക്കെ വീട് നോക്കി സുകന്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അകത്തേക്ക് കയറി ചെല്ലാം എന്നും പറഞ്ഞ് അകത്തേക്ക് സുകന്യ കയറി ചെല്ലുവാണ് കേട്ടോ. ഈശ്വരാ, എന്താ ഇപ്പം ചെയ്യുക? ഈ നാശത്തിനെ എന്തിനാ ഇങ്ങോട്ടിപ്പോൾ കെട്ടിയെടുത്തത്? ഉദയേട്ടനും കറക്റ്റ് സമയത്ത് ഇവിടെ ഇല്ല. ഞാൻ തന്നെ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് ശ്രീകല അവിടെ നിൽക്കുക. എന്നിട്ട് അകത്തേക്ക് ഓടിപ്പോകും കേട്ടോ, വേഷമൊക്കെ ഒന്ന് മാറാനായിട്ട്. അപ്പം സുകന്യ അകത്ത് കയറി കോളിമ്പെല്ലടിക്കുകയാണ്. ആരും കാണുന്നില്ലല്ലോ, ഇവിടെ അങ്ങും ആരുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സുകന്യ സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുവാണേ. അതേസമയം തന്നെയാണ് ഉദയഭാനു വീട്ടിലേക്ക് കയറി വരാൻ നോക്കുന്നത്. അപ്പോഴാ സുകന്യ അവിടെ നിൽക്കുന്നത് ഉദയഭാനു കാണുന്നേ. എൻ്റെ ഈശ്വര, ഇവൾ ഈ വീട് കണ്ടുപിടിച്ചോ? ഇവൾ കണ്ടുപിടിക്കില്ലെന്നും കരുതിയാണല്ലോ വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുത്തത്. എന്നിട്ടും കറക്റ്റ് ഇവിടെ തന്നെ ഈ മരണം എത്തിപ്പെട്ടോ? ഇനി എന്ത് കുരിശാണോ ഇതും കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഉദയഭാനു സുകന്യ കാണാതെ മാറി നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഗുഡ് ബൈ.